ഗുഡ് മോർണിംഗ് എവരി വൺ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഓൾറെഡി ഹെഡിങ്ങിൽ കണ്ടതുപോലെ തന്നെ, ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നാളെ നമ്മൾ ആരംഭിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ സ്റ്റഡി പ്ലാൻ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ 75 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ച് തീർക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ തരാൻ പോകുന്ന ഭാഗങ്ങളെല്ലാം ഒന്നു മുതൽ അവസാനം വരെ ഇരുന്ന് പഠിക്കുക എന്നതാണോ സ്റ്റഡി പ്ലാൻ്റെ ഉദ്ദേശം? ഇത്തരം ചില സംശയങ്ങൾ നമുക്ക് തോന്നുകയുണ്ടായി, നിങ്ങളിൽ ചിലർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം ചേർത്ത് ഒരു മറുപടിയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ 75 ദിവസത്തെ നമ്മൾ ക്രോണോളജിക്കലായിട്ട് കോംപ്രിഹെൻസീവായിട്ട് തരാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, അവസാനം വരേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. 75 ദിവസങ്ങൾക്കപ്പുറം സെപ്റ്റംബർ 27 പരീക്ഷ എഴുതുന്ന ദിവസം നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയി സിലബസ് വളരെ കൃത്യമായിട്ട് കവർ ചെയ്തു എന്ന ബോധ്യത്തോടു കൂടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഉൾപ്പെടെ, ഫാക്ച്വൽ ചോദ്യങ്ങൾ ഉൾപ്പെടെ വരുന്ന ചോദ്യങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നേരിട്ടുകൊണ്ട് പരീക്ഷ അവസാനിപ്പിച്ച് നമുക്ക് ഹാളിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് അധികം വൈകിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ സംശയങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിൽ പുറമെ ഈ വീഡിയോയുടെ അവസാനം അതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റുകളിൽ നിങ്ങൾക്കത് ചോദിക്കാം. ഞങ്ങളതിൻ്റെ ആൻസറുകൾ തരുന്നതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് കൊടുത്ത പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, സ്റ്റഡി പ്ലാൻ്റെ സ്ട്രാറ്റജി. നോക്കൂ, ഒരു പ്ലാൻ നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കത് എന്ത് ചെയ്യുകയാണ്, ഇന്ന് വൈകുന്നേരം മുതൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് അല്ലേ. നാളെ മുതൽ നമ്മൾ സ്റ്റഡി പ്ലാൻ ആരംഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ വി നീഡ് എ സ്ട്രാറ്റജി ഫോർ എവറിത്തിങ്. എല്ലാ പഠനത്തിനും നമുക്ക് അതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ സ്ട്രാറ്റജി ആവശ്യമാണ്. അല്ലെങ്കിൽ കാർഡടച്ച് വെടിവെക്കുക എന്ന് പറയില്ലേ, അതുപോലെ ആയി മാറും. അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. സോ സ്റ്റഡി പ്ലാനിൻ്റെ സ്ട്രാറ്റജി എന്താണ്? ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങളിലൂടെ നമുക്ക് ഇതൊന്ന് മുഴുവനാക്കാനായിട്ട് ശ്രമിക്കാം, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം എഗെയിൻ പറഞ്ഞു തുടങ്ങട്ടെ, വേർ ടു ഫൈൻഡ് ദ അപ്ഡേറ്റ്സ്. നമ്മുടെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഡെയിലി അപ്ഡേറ്റുകളാണ് തരിക. അതായത് ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ചെയ്യുക. അപ്പോൾ വരുന്ന ചോദ്യം സ്വാഭാവികമായിട്ടും, എവിടെയാണ് ഈ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളുടെ അക്കാഡമിക്സ് PSC എന്ന് പറയുന്ന നമ്മളുടെ ടെലിഗ്രാം ചാനലിലാണ്. ഈ ടെലിഗ്രാം ചാനലിൽ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസം, ഇപ്പോൾ നോക്കൂ, 14-ാം തീയതി, നാളെ ജൂലൈ 14-ാം തീയതിയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 14-ാം തീയതി പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് 13-ാം തീയതി ഈവനിങ്, രാത്രിക്ക് മുൻപായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് തരും. ആ ഭാഗങ്ങൾ അപ്പോൾ നിങ്ങളൊന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി മനസ്സിലുണ്ടാക്കി വെക്കാം. നാളെ ഞാൻ ഏതെല്ലാം ഭാഗങ്ങൾ പഠിക്കണം അല്ലേ. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറങ്ങാനായിട്ട് പോകാം. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇത് പഠിക്കുന്നു, നോക്കുന്നു, റിവൈസ് ചെയ്യുന്നു, തീർക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ തലേ ദിവസം നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ കിട്ടുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലാനുമായിട്ട്, അടുത്ത ദിവസത്തെ പ്ലാനുമായിട്ട്, പഠിക്കാനുള്ള പ്ലാനുമായിട്ട് തലേ ദിവസം ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് പോവുക. ഓക്കെ ആണല്ലോ? ഇത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഈ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി എല്ലാ ദിവസവും ഇത് മാത്രമല്ല, നമ്മൾ പോകെ ഇതുമായി ബന്ധപ്പെട്ട ക്വിസുകൾ, നമ്മൾ എക്സ്ട്രാ ക്വിസുകൾ നിങ്ങൾക്ക് തരും, ടെസ്റ്റുകൾ വരും. ഇതെല്ലാം നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് വഴിക്കാണ് നമ്മൾ നിങ്ങൾക്ക് എത്തിക്കാൻ പോകും. ഇതൊരു ജനറൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ കാര്യമാണ് പറയുന്നത്. അതർ ദാൻ ദിസ് ദർ ഇസ് എ പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പ്. പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പ് എന്നതുകൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, കോഴ്സ് എടുത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങളും, ഡൗട്ട് ക്ലിയറൻസും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയാണ് നടത്തുക. ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം, നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ ഒരു സ്പെഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പ് നടക്കുന്നത്. അത് സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. രണ്ടും നമ്മൾ കൺഫ്യൂസ് ആവണ്ട എന്ന് വെച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത് രണ്ടിനെ കുറിച്ചും പറഞ്ഞിരുന്നു. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ബിക്കോസ് നമ്മൾ ടെലിഗ്രാം ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ അപ്ഡേറ്റുകൾ എവിടെ തരും? ഇവിടെ നമ്മൾ തരുന്നതായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് നോക്കൂ, ഹൗ ടു മാനേജ് ദ ഡെയിലി സബ്ജക്ട്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ തരും എന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും അധികം കുട്ടികൾ ചോദിച്ചൊരു സംശയമാണ്, സാർ കുറച്ചധികം പഠിക്കാനുണ്ടാവില്ല 75 ദിവസം കൊണ്ട്? തീർച്ചയായിട്ടും ഉണ്ടാകും. നോക്കൂ, നമ്മളൊരു മോഡൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, എങ്ങനെയായിരിക്കുമെന്ന്. ഇപ്പം ഡേ 1 ആണെന്ന് വിചാരിക്കൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ 3 ദിവസത്തെ ഒരു പ്രോഗ്രാം ഏതാണ്ട് ഈ രീതിയിലാണ്. അതായത് കേരള ഹിസ്റ്ററിയും
കേരള ഹിസ്റ്ററി മാത്രമല്ല, ഹിസ്റ്ററിയും ജോഗ്രഫിയും, ബേസിക്കലി രണ്ട് ഭാഗങ്ങൾ, ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ് നമ്മൾ ആദ്യ ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പോർഷൻസ് നമ്മൾ ഇന്ന് വൈകുന്നേരം കൃത്യമായിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞിരുന്നു, അറിയാത്ത ആളുകളോട് ഒന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ കേരള ഹിസ്റ്ററി എന്നിവിടെ ഉണ്ട് അല്ലേ, അപ്പോൾ ഇവിടെ ചിലപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്നതായിരിക്കും നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്തുണ്ടാകും, ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇന്നത് 6 എന്നായിരിക്കും ചിലപ്പോൾ തരിക. കാരണം എന്താ ഇതിന്റെ ഉദ്ദേശം എന്താണ്, അതായത് നമ്മളുടെ കോഴ്സിൽ നമ്മളുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത കുട്ടികളോട് കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്ത് പോകണം അല്ലെ, കംപ്ലീറ്റ് സിലബസ് നമുക്ക് മുഴുവനാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഭാഗവും കവർ ചെയ്ത് പോകേണ്ടതുണ്ട്. ഈ ക്ലാസ് 6 കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എന്താണ് എന്ന് വേവലാതിപ്പെടേണ്ട. ഈ ക്ലാസ് 6 എന്ന് പറയുന്നത് നമ്മളുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് നമ്മൾ പറയുകയാണ്, ഈ പെർട്ടിക്കുലർ പോർഷൻ നിങ്ങൾക്ക് എവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിക്കാൻ സാധിക്കും. ഇത് നമ്മൾ അവരോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ദാറ്റ് അവർക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ആ സോഴ്സിൽ നിന്ന് പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതായിരിക്കും നമ്മളൊരു രീതി നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, പിന്നെ അടുത്ത ദിവസമാണെങ്കിൽ ലൈഫ് സയൻസ്, എക്കണോമിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ആർട്ട്, ലിറ്ററേച്ചർ, സ്പോർട്സ്. അപ്പോൾ ഇത് കാണുമ്പോൾ ആദ്യം വരുന്ന ഡൗട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ ചോദിച്ചത്, ഹൗ ടു മാനേജ് ഓൾ ദീസ് തിങ്സ്. ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് എക്സാമിനാണ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് മെയിൻസ് എക്സാമിനാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. നമ്മൾ ആദ്യം മുതൽ, അതായത് ഒരു വർഷത്തെ ആദ്യത്തെ ഭാഗം മുതൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ പഠന രീതിയോ അല്ല ഈ 75 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഓക്കെ, ഇനി നമുക്ക് ബയോളജിയുടെ ബുക്ക് അങ്ങ് എടുത്ത് വെച്ച് എന്ത് ചെയ്യാം, ആദ്യം മുതൽ അങ്ങ് വായിച്ചു തുടങ്ങാം. നിങ്ങൾ എത്ര ദിവസം എടുക്കും, 10 ദിവസം എടുക്കും. നിങ്ങൾ ചിലപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് NCERT ടെക്സ്റ്റ് ബുക്കും SCERT ടെക്സ്റ്റ് ബുക്കും അല്ലെങ്കിൽ ഗൈഡും അല്ലെങ്കിൽ ക്ലാസ്സുകളും ഒക്കെ കൂടി തീർക്കാൻ നിങ്ങൾ 10 ദിവസം എടുക്കും. 10 ദിവസം ബയോളജി മാത്രം പഠിച്ചിരിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. സയൻസ് പഠിക്കാൻ തന്നെ അപ്പോൾ 30 ദിവസം നമ്മൾ എടുക്കും നമ്മൾ ചിലപ്പോൾ. അതല്ല അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, മെയിൻസിന് നമുക്കറിയാം 2 പേപ്പർ ഉണ്ട് അല്ലെ, 1 and 2 പേപ്പറുകളുണ്ട്. ഈ പേപ്പറുകൾ രണ്ടിലും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം, പേപ്പർ 2വിൻ്റെ കേസ് സെപ്പറേറ്റ് ആണ്, ഞാനത് സെപ്പറേറ്റ് ആയിട്ട് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. പേപ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾ റിവിഷൻ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾ എന്താണോ എക്സാം എഴുതിയത് ആ എക്സാം ആണ് നിങ്ങൾ പേപ്പർ 1ൽ എഗെയിൻ എഴുതാൻ പോകുന്നത്. അതേ ഭാഗങ്ങളാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഭാഗങ്ങൾ, ഹിസ്റ്ററിയുടെ ഭാഗം ഹിസ്റ്ററിയാണ്, ജിയോഗ്രഫിയുമാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് പോർഷൻ ആണോ, ഇപ്പോൾ അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 മണിക്കൂർ അറൈവൽ ഓഫ് യൂറോപ്യൻസ് മുഴുവൻ എടുത്ത് പഠിക്കാനല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു നോട്ട് മേക്കിങ്ങിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ പറയുന്നു. നോട്ട് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് കാണാത്തവർ പോയി കാണൂ. നോട്ട് മേക്കിംഗ് എങ്ങനെ ചെയ്യണമെന്ന് വളരെ സിമ്പിളായിട്ട് അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ നോട്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് ഈ ദിവസങ്ങളിൽ വേണ്ടത്. അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾ വാസ്കോഡ ഗാമ വരുന്ന സമയം നോക്കുക, അത് കഴിഞ്ഞ് ആര് വരുന്നു, കബ്രാൾ ഏത് സമയത്ത് വരുന്നു, വാസ്കോഡ ഗാമ വന്ന വർഷങ്ങളതൊക്കെ ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളുടെ തലയിൽ ഉണ്ടാവണം അല്ലെ. അവസാനമായിട്ട് 3ാമത്തെ തവണ വാസ്കോഡ ഗാമ വരുമ്പോൾ 24-ലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഒരു വൈസ്രോയി ആയിട്ട് ഇവിടേക്ക് വരുന്നത് അല്ലെ. ആദ്യത്തെ 2 തവണ വൈസ്രോയി ആയിട്ടല്ല വരുന്നത്, മരണം എവിടെ വെച്ച്, കൊച്ചി വെച്ച്. അപ്പൊ പോയിന്റുകൾ പഠിച്ച് പോവുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് 1.5-2 മണിക്കൂറിന്റെ ക്ലാസ് മുഴുവനായിട്ട് ഇരുന്ന് കണ്ട് എന്ത് ചെയ്യേണ്ടതല്ല നമ്മുടെ ഉദ്ദേശം, പഠിക്കുക എന്നതല്ല. കാരണം അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം കണ്ടു തീർക്കാൻ തന്നെ ഒരു ദിവസം മതിയാവില്ല. മനസ്സിലാവുന്നുണ്ടോ? കണ്ടു തീർക്കാൻ ഒരു ദിവസം മതിയാവും. നിങ്ങൾക്ക് ക്ലാസ് കാണണമെങ്കിൽ ക്ലാസ് കാണാം, തീർച്ചയായിട്ടും കാണാം. പക്ഷെ എന്ത് ചെയ്യുക, ഒന്ന് സ്പീഡിലിട്ട് ക്ലാസ് കാണുക. മനസ്സിലാവുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഒരു ക്ലാസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്നുകൂടി എനിക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഇരുന്ന് കാണുക. പക്ഷെ അതിനനുസരിച്ച് മറ്റുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഉദ്ദേശം ആ ഭാഗത്തിന്റെ റിവിഷൻ ആണ് എന്നത് എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉദ്ദേശം ഇവിടെ എന്താണ്, റിവിഷൻ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അടുത്ത മാനേജ്മെന്റ്, നെക്സ്റ്റ് ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഭാഗങ്ങളിൽ നമ്മളൊരു 3R എന്ന് പറയുന്ന ഒരു രീതി, നമ്മൾ 3 റൗണ്ട് ഫോർമുല നിങ്ങൾക്ക് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട്? അതുപോലെ തന്നെ ആ 3R ഫോർമുല എന്ന് പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ. ചിലപ്പോൾ നാളെ ഒരു സബ്ജക്ട് നോക്കുന്ന സമയത്ത് ഒരാൾക്ക് ചിലപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ഓൾറെഡി അത്യാവശ്യം അറിയുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ. ആ ആള് എന്ത് ചെയ്യുക, അത് വളരെ വേഗത്തിൽ തീർക്കുക. എന്നിട്ട് അറിയാത്ത ഭാഗം, കേരള ഹിസ്റ്ററിയിൽ ഒരു ഭാഗമാണ് അറിയാത്തതെന്നുണ്ടെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യുക, അന്നത്തെ ദിവസം നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കുക. സോ ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഹൗ ടു മാനേജ് ഡെയിലി സബ്ജക്ട് എന്ന് പറയുന്നത് വളരെയധികം എന്താണ്,
ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് നിങ്ങൾക്ക് എന്തറിയും എന്നതാണ് ആ മാനേജ്മെന്റിന്റെ സ്ട്രക്ചർ തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നിങ്ങളുടെ വീഡിയോ കണ്ടിരിക്കുന്ന ഒരാൾക്ക് കേരള ഹിസ്റ്ററി എളുപ്പമായിരിക്കും, മറ്റൊരാൾക്ക് വേൾഡ് ഹിസ്റ്ററി ആയിരിക്കും എളുപ്പമാവുക, മറ്റൊരാൾക്ക് വേൾഡ് ജോഗ്രഫി ആയിരിക്കും എളുപ്പമായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എളുപ്പമായ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, വളരെ വേഗത്തിൽ ആദ്യത്തെ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എത്ര മണിക്കാണോ, ഒരു 8 മണിക്ക് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെന്ന് വിചാരിക്കൂ. ഇനിയുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനിയുള്ള 75 ദിവസം എന്ന് പറയുന്നത് ഉറങ്ങണം. ഉറക്കം വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റു കാര്യങ്ങൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക നിങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? കാരണം 75 ദിവസത്തെ നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൻ്റെ ഉള്ളിലേക്ക് സുഖമായിട്ട് കയറ്റും. 75 ദിവസം മറ്റൊന്നും ആലോചിക്കാതെ നിങ്ങൾ രാവിലെ കൃത്യമായി എഴുന്നേൽക്കുക. ഒരു 8 മണിയാകുമ്പോഴേക്കും പറ്റിയാൽ പഠിക്കാനിരിക്കുക. എഗെയിൻ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ രാത്രി ആയിരിക്കും നന്നായി പഠിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, രാത്രി വളരെ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ടൈം ഫ്രെയിം നിങ്ങൾ ഉണ്ടാക്കുക ആൻഡ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. മാറിക്കൊണ്ടിരിക്കേണ്ട. 3 ദിവസം രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ 10 മണിക്ക് എഴുന്നേൽക്കുന്നു, അതിനുശേഷം രാത്രി കുറേ നേരം ഇരിക്കുന്നു. അങ്ങനെ വേണ്ട. ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുക. അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഉറക്കത്തിനെ അത് നന്നാക്കിയെടുക്കും. നിങ്ങൾ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കാനാണ്, 8 മണി മുതൽ പഠനം തുടങ്ങുന്ന രീതിയിലാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കഴിയുന്ന സമയം ആകുമ്പോഴേക്കും അത് എവിടേക്ക് എത്തിക്കും, നിങ്ങളെ വളരെ വളരെ കൃത്യമായ ഉറക്കം നിങ്ങൾക്ക് തരും. വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടും. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. ആദ്യത്തെ 10 ദിവസം, ഇവിടെയാണ് ഞാൻ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളോട് പറയാൻ വരുന്നത്. ഇത്രയധികം സബ്ജക്റ്റുകൾ എല്ലാ ദിവസവും റിവൈസ് ചെയ്തു പോവുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് തന്നെ പറയട്ടെ. എഗെയിൻ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞൊരു കാര്യം പറയാതിരിക്കുകയാണ്. വളരെ സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ 75 ദിവസം ഇതുമായിട്ട് വളരെ കൃത്യമായിട്ട് ഈ ഒരു പ്ലാനിന്റെ പിന്നാലെ അടിയുറച്ച് പോകാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ പ്ലാനിലേക്ക് എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത്. കാരണം കഴിഞ്ഞ തവണത്തെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ മെസ്സേജുകൾ വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. ആദ്യത്തെ ഒരു 10-20 ദിവസം എങ്ങനെയൊക്കെയോ ഒപ്പം പോയി പിന്നെ അടുത്ത് നിർത്തിയ ആളുകളുണ്ട്. അവസാനം വരേക്ക് വന്ന കുട്ടികൾ നമ്മളോട് വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, സാർ സാധാരണഗതിയിൽ 50ഉം 55ലൊക്കെ വന്ന് നിൽക്കുന്ന എനിക്ക് 60 മാർക്കും 65 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റി. സാധാരണഗതിയിൽ 40ഓ 42ഓ ഒക്കെ മാത്രം ഫിനിഷ് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്രാവശ്യം 50ഉം 55ഉം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? സ്ഥിരമായിട്ടുള്ള പഠനം, പരമാവധി ടെസ്റ്റുകൾ ചെയ്ത് നോക്കൽ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ സ്ട്രാറ്റജി തന്നെയാണ്. ഹാർഡ് വർക്ക് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ മുന്നോട്ട് പിന്നെയും വെക്കുന്ന വഴി, അല്ലാതെ മറ്റൊന്നും തന്നെ അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓരോരോ ദിവസവും നിങ്ങൾക്ക് ഈസി ആയതേത് അല്ലാത്തതേത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക എന്നത് ഒരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് പറയാൻ കാര്യം, ആദ്യത്തെ 10 ദിവസം, ആദ്യത്തെ 10 ഡേയ്സ് കഴിയുന്ന സമയത്താണ് നിങ്ങളുടെ 10 ഡേ എക്സാം, ആദ്യത്തെ 10 ഡേ എക്സാം നിങ്ങൾക്ക് വരിക. ഈ 10 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, സർവൈവ് ചെയ്യുക. ഞാൻ സർവൈവ് എന്ന് തന്നെയാണ് പറയുക. കാരണം ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. എല്ലാ ദിവസവും ഈ തരുന്ന ഭാഗങ്ങൾ ഓരോന്നും പഠിച്ച് തീർത്ത് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ തന്നെ സമ്മതിച്ചിരുന്നു. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യുക, ആ ഓരോ ടോപ്പിക്കിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിച്ചിരിക്കുക. ഇതിന് കാരണം പറയുന്നത് മറ്റൊരു അനാലിസിസ് കൊണ്ടാണ്. പ്രിലിമിനറിയുടെ ഫസ്റ്റ് സ്റ്റേജും പ്രിലിമിനറിയുടെ സെക്കൻഡ് സ്റ്റേജും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? രണ്ടും കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഒരെണ്ണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൊണ്ട് വളരെയധികം റിച്ച് ആയിരുന്നു, മറ്റൊന്ന് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് കൊണ്ട് റിച്ച് ആയിരുന്നു. പക്ഷെ ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവർ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ മിക്കവാറും എല്ലാം എന്താണ്, വളരെ ബേസിക് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒരിക്കലും വിട്ടിട്ട് എക്സാമിന് വരരുത്. സോ നിങ്ങൾ ഈ 10 ദിവസത്തിൽ പഠിക്കുന്ന സമയത്ത് ആദ്യഘട്ടം എന്തായിരിക്കണം, അതായത് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, പേരുകൾ, സംഭവങ്ങൾ ഇത് വായിച്ച് പഠിച്ച് തീർത്തിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതിനുശേഷം ഭയങ്കര ഡീപ്പായിട്ടുള്ള ഭയങ്കര ടഫായിട്ടുള്ള ഏരിയയിലേക്ക് പോകാൻ ശ്രമിക്കുക. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ കൃത്യമായിട്ട്? അപ്പൊ മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്ന, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ സ്ഥിരമായി വരുന്ന ഭാഗങ്ങൾ ഒരിക്കലും വിട്ടുവരരുത് എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ ആണല്ലോ? സോ പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും പ്രിലിമിനറി 1ലും പ്രിലിമിനറി 2ലും വന്ന ഈ ഒരു ശൈലി, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും രണ്ടും വരാമെന്നത് എന്ത് ചെയ്യുക, പ്രത്യേകം ഓർക്കുക. ആൻഡ് 10 ഡേയ്സ് നിങ്ങൾ സർവൈവ് ചെയ്യുക. കാരണം 10 ദിവസം നിങ്ങൾ പഠിച്ച് 10ാമത്തെ ദിവസം നിങ്ങൾ എക്സാം എഴുതി വളരെ കൃത്യമായിട്ട് റിവിഷൻ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് എൻറ്റയർലി വ്യത്യസ്തമായിട്ടുള്ള കോൺഫിഡൻസ് തന്നെയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആ കോൺഫിഡൻസ് ആയിരിക്കും പിന്നീടുള്ള അടുത്ത 10 ദിവസത്തെ നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്, ഫ്യുവൽ, ഊർജം, ഇന്ധനം എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക.
ആ ചെയ്യുന്ന ഒരു പഠനവും ആ ചെയ്യുന്ന ഒരു ടെസ്റ്റും അതിനുശേഷം അതിന്റെ കീ കൃത്യമായിട്ട് പഠിച്ചു തീർക്കലും നിങ്ങളെ തന്നെ എന്ത് ചെയ്യും, മറ്റൊരു തലത്തിലേക്ക് മാറ്റും. അത് നിങ്ങൾ 10 ദിവസം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് പോയാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. സോ ഫസ്റ്റ് പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു. സോ മാനേജ്മെന്റ് ഓഫ് ഡെയിലി സബ്ജക്ട്സ് 2 കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒന്ന് എന്ന് പറയുന്നത് എന്തായിരുന്നു, നിങ്ങൾ ഈസി ആയത് ഏത്, ടഫ് ആയത് ഏത് എന്നത് നോക്കി നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ടൈം ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഈസി ആയിട്ടുള്ള കാര്യത്തിന്റെ മുകളിൽ, അതായത് ഈസി ആയിട്ടുള്ള കാര്യം പിന്നെയും വായിക്കുമ്പോൾ ഒരു സുഖം കിട്ടും, അല്ലെ, എനിക്കിതൊക്കെ അറിയാം, ആ സുഖത്തിലിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈസി ആയിട്ടുള്ളത് വളരെ വേഗത്തിൽ 8 മണിക്ക് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 10 മണി 11 മണി ആകുമ്പോഴേക്കും നിങ്ങൾ ഈസി ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, വായിച്ച് തീർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എഗെയിൻ പറയുന്നു, നിങ്ങളൊരു കഥ മുഴുവൻ വായിക്കാനിരിക്കരുത്. പോയിന്റുകൾ മാർക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് അങ്ങ് പോയേക്കുക. ഇതിനുശേഷം ഒരു 11 മണി 12 മണിക്ക് ശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ള ദിവസം നിങ്ങൾ എന്തിന് ചിലവഴിക്കുക, ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, എന്നാൽ ക്ലിയർ ആക്കി എടുക്കണമെന്ന് തോന്നുന്ന ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ആ ശ്രദ്ധ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓൾവേസ് റിമെമ്പർ ദിസ് പാർട്ട്. സോ മാനേജ് യുവർ ഡെയിലി സബ്ജക്ട്സ് വൈസ്ലി, ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുക, അത് ചെയ്യാനായിട്ട് നോക്കുക. ഇനി സർ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്, ഇതിലെങ്ങനെയാണ് ടൈം അലോട്ട് ചെയ്യേണ്ടത്? ഇതിന്റെ പകുതി ആൻസർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. എന്താണ് പേപ്പർ 1 എന്ന് പറയുന്നത്? നിങ്ങൾ ഓൾറെഡി പ്രിലിമിനറി എക്സാമിന് എഴുതിയ ഭാഗമാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പേപ്പർ 1 നിങ്ങൾ പഠിക്കേണ്ട എന്നല്ല, പഠിക്കണം, പക്ഷെ അത് ഫാസ്റ്റ് ആയിട്ട് തീർക്കണം. കാരണം പേപ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്തൊക്കെയായിരുന്നു? ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്, മറ്റൊന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്, അല്ലെ? ഇത് രണ്ടും ഹൈലി തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക ഇതെന്ന്. അതായത് ഇതിൽ നിന്ന് എന്ത് ചോദിക്കും, അഡ്മിനിസ്ട്രേഷനുമായി നല്ല അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിന്റെ പുതിയതായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണ്, അല്ലെ, എത്തിക്കൽ ആയിട്ടുള്ള അതിന്റെ ഭാഗങ്ങൾ അതിൽ എന്ത് ചെയ്യേണ്ട പോർഷനിൽ വരുന്നുണ്ട്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും പ്രിൻസിപ്പിളുകളും ഐഡിയകളും തിങ്കേഴ്സും അവരുടേതായിട്ടുള്ള പുതിയ തോട്ട് പ്രോസസ്സുകളും പഴയ തോട്ട് പ്രോസസ്സുകൾ, പുതിയത്, അല്ലെ, കണ്ടംപററി മാനേജ്മെന്റിന്റെ സ്റ്റൈലുകൾ, ഇത്തരത്തിലുള്ള ഭാഗങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതെല്ലാം തിയറിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രതീക്ഷിക്കേണ്ടതുണ്ട്. തിയറിറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് സമയം ചിലവഴിക്കേണ്ടത് തന്നെയുണ്ട്. അതുകൊണ്ട് പേപ്പർ 2-ൻ്റെതായിട്ടുള്ള ഭാഗങ്ങൾ വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് എന്തായിരിക്കും, കുറച്ച്, അതായത് പരിചിതമായിട്ടുള്ള, പേപ്പർ 1 പരിചിതമാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി, അല്ലെ, വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. പേപ്പർ 2 വായിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡിയ ഉണ്ടാവില്ല, പക്ഷെ അതിൽ മനസ്സ് മടുക്കാൻ പാടില്ല. പ്രത്യേകം പറയുന്നു, അതിൽ മനസ്സ് മടുക്കാൻ പാടില്ല. അതെല്ലാവർക്കും പുതിയ ഭാഗമാണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന ഇതേ കൺഫ്യൂഷനും, ഇത് മുഴുവൻ കൺസെപ്റ്റും ഐഡിയകളും തിയറിയുമാണല്ലോ, ഇത് എങ്ങനെയാണെന്ന് ചോദ്യം വരിക. ഈ കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ എക്സാം നിങ്ങൾ എഴുതി തുടങ്ങുമ്പോഴാണ്. നമ്മളുടെ ടെസ്റ്റുകൾ നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായി നോക്കിയിട്ട് ഓക്കെ ഈ തിയറി ഇങ്ങനെ ചോദിക്കുമല്ലേ, ഇങ്ങനെ വന്നാൽ നമ്മൾ ഈ രീതിയിൽ ആൻസർ എഴുതണമല്ലേ എന്നൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെയായിരിക്കും, എക്സാമുകൾക്കായിരിക്കും. സോ നിങ്ങളുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിച്ച ഭാഗങ്ങൾ പേപ്പർ 1 ആകട്ടെ, പേപ്പർ 2 ആകട്ടെ, ക്ഷമിക്കണം, ആ 2 പേപ്പറുകളാകട്ടെ, ഇനി മോഡ്യൂൾ 1ഉം 2ഉം ബാക്കിയുള്ള മോഡ്യൂളുകളാകട്ടെ, എങ്ങനെ പഠിക്കുക, ഈ രീതിയിൽ കൺഫ്യൂഷൻസ് ഇല്ലാണ്ട് ആ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പോവുക. ആൻഡ് ടൈം അലോട്ട്മെന്റ് പേപ്പർ 1 ജനറലി എന്ത് ചെയ്യുക, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തീർത്തിട്ട് കൂടുതൽ സമയം കുറച്ച് പേപ്പർ 2. നോക്കൂ, ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് എന്താണ്, പേപ്പർ 1 ലെസ് ഇമ്പോർട്ടൻ്റ് എന്നല്ല പറയുന്നത്. കാരണം പേപ്പർ 1 ഓൾറെഡി അറിയുന്നത് കൊണ്ട് കുറഞ്ഞ സമയത്തിൽ പേപ്പർ 1 പഠിച്ച് തീർക്കുക എന്നതാണ് ഉദ്ദേശം. പേപ്പർ 2-ൽ നിന്ന് നിങ്ങൾ എന്താണ് 40 മാർക്ക് ഉണ്ടാക്കിയിട്ട് പേപ്പർ 1-ൽ നിന്ന് നിങ്ങൾക്ക് 80 മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ വളരെ വളരെ നല്ല കാര്യമാണ്. കാരണം എന്താ, അവസാനത്തെ റാങ്ക് ലിസ്റ്റിൽ പേപ്പർ 2-ൽ നിന്ന് മറ്റവൻ കൂടുതൽ വാങ്ങി, അതുകൊണ്ട് അവന് കൂടുതൽ റാങ്ക് കൊടുക്കാമെന്ന് ആരും പറയാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ ഉപയോഗിക്കാം. പക്ഷെ പറയുന്ന കാര്യം എന്താണ്, ടൈം എവിടെ ഏറ്റവും കൂടുതൽ കൊടുക്കണമെന്ന് നോക്കുമ്പോൾ പേപ്പർ 2 ആയിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ ഇനി കൂടുതൽ എഫേർട്ട് ഇടേണ്ടത്. അപ്പൊ അതിലേക്ക് സമയം ഡിവൈഡ് ചെയ്യുമ്പോൾ കൊടുക്കുക. പക്ഷെ എന്ന് വെച്ച് പേപ്പർ 1 കോംപ്രമൈസ് ചെയ്യണം എന്നതേ അല്ല അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നത്? അതൊരിക്കലും ചെയ്യരുത്. കാരണം പേപ്പർ 1-ൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം ഏതാണ്, പേപ്പർ 1. കാരണം ഓൾറെഡി നിങ്ങൾ അതുമായിട്ട് ഫെമിലിയർ ആണ്. ഇനി പേപ്പർ 1-ലെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. പേപ്പർ 1-ൽ നിങ്ങൾക്ക് സയൻസ് ഉണ്ട്, അല്ലെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് ലൈഫ് സയൻസ്, ബയോളജി. ഇതിൽ നിന്ന് 21 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇത് അതുകൊണ്ട് നിങ്ങൾ സിമ്പിളായിട്ട് വിടരുത്. ഓക്കെ, സിമ്പിളായിട്ട് വിടരുത്. ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു തീർക്കണം. ആൻഡ്
അവസാന ഘട്ടങ്ങളിൽ ക്വസ്റ്റ്യൻ വരുന്ന രീതി നോക്കുക. ഇപ്പോൾ ഫിസിക്സിലൊക്കെയാണ് വെച്ചാൽ ലെൻസുമായിട്ടും എന്താ മിററിൽ അതിൽ വരുന്ന ഇമേജുകൾ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പലപ്പോഴും വരാറുണ്ട്. സ്പീഡ് റിലേറ്റഡ് കണക്കുകൾ ചിലപ്പോൾ വരാം. കെമിസ്ട്രിയിലാണെങ്കിൽ മോൾ നമ്പർ അല്ലെ, എത്രയാണ് അവഗാഡ്രോ നമ്പർ, മോൾസ്, നമ്പർ ഓഫ് മോൾസ്, ഇങ്ങനെയുള്ള ചില കണക്കുകളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാസ് ലോ അല്ലെ, ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കണക്കുകൾ. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെ എന്ന് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഭാഗങ്ങൾ വേഗത്തിൽ പഠിച്ചു പോവുക. ഓൾസോ ബോക്സുകളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വേഗം നോട്ട് ചെയ്ത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, പോകാൻ നോക്കുക ടെക്സ്റ്റുകൾ വായിക്കുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ പേപ്പർ 1 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 21 മാർക്ക് ഉണ്ട് എന്നത് എന്ത് ചെയ്യുക, എപ്പോഴും ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പേപ്പർ 1 ബാക്കി നിങ്ങൾക്ക് അറിയാം, ഞാൻ അതിന്റെ സിലബസ് ഇവാലുവേഷൻ ഇപ്പൊ നടത്തുന്നില്ല. സോ ടൈം അലോട്ട്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട്. പേപ്പർ 2 നിങ്ങൾക്ക് സമയം കൂടുതൽ എടുക്കും, അത് ടെൻഷൻ വേണ്ട. മനസ്സിലാണ്ടോ? പേപ്പർ 2 പുതിയതാണ് പഠിക്കുന്നത്, സോ അതിൽ സമയം കൂടുതൽ എടുക്കും. കൺസെപ്റ്റുകളാണ് കുറെ വരുന്നത്, ഐഡിയാസ് ആണ്, പ്രിൻസിപ്പിളുകളാണ്. അതെന്ത് ചെയ്യും, സമയമെടുക്കും. ടെൻഷൻ വേണ്ട, കുറച്ച് സമയം അതിന് എക്സ്ട്രാ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ പേപ്പർ 1 നിങ്ങൾ പഠിച്ച് തീർത്തിരിക്കണം. കാരണം അവസാനം മാർക്ക് കൂടുതൽ എവിടെ നിന്ന്, ടോട്ടൽ മാർക്ക് കൂടുതൽ എങ്ങനെയെന്ന് മാത്രമേ നോക്കുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ 80 മാർക്ക് പേപ്പർ 1 വാങ്ങാൻ നിങ്ങൾക്ക് പറ്റിയാൽ എന്താണ്, ഇവിടെ നിന്ന് 45 മാർക്ക് വാങ്ങിയാൽ ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ, അവസാനം നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, ടോട്ടൽ മാർക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ബാലൻസ് ആയി പൊക്കോളും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രണ്ടിന്റെയും ബാലൻസിൽ വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പഠിച്ച് പോകാൻ. അടുത്തത്, ഷുഡ് ഐ റൈറ്റ് ദ 10-day എക്സാം? ഇതിന് കാരണം എനിക്ക് വന്നൊരു മെസ്സേജ് ആണ്. ഒരു കുട്ടി പറഞ്ഞൊരു കാര്യമായിരുന്നു, സാർ ഞാൻ എന്ത് ചെയ്തു, തുടക്കത്തിലൊക്കെ ഞാനിങ്ങനെ പഠിച്ച് പോയി, പക്ഷേ ഒരു മുക്കാൽ ഭാഗം എത്തിയപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു പകുതി മുക്കാലൊക്കെ എത്തിയപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഒന്ന് ഉഴപ്പി. അവസാനം സമയത്ത് എന്ത് ചെയ്തു, എക്സാമുകളൊക്കെ നല്ലപോലെ എഴുതി, അതുകൊണ്ട് ഗുണമുണ്ടായി. അതായത് ഞാൻ പറയുന്നത് ഞങ്ങൾ തന്നെ എക്സാമിന് അതേപോലെ എല്ലാം ചോദിച്ചു എന്നല്ല. സെക്കൻഡ് റൗണ്ട് ഫേസ് 2 എക്സാം വളരെ എളുപ്പമായിരുന്നു, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും പഠിപ്പിച്ച എല്ലാ ചോദ്യങ്ങളും ഭാഗങ്ങളും അതിൽ വന്നിട്ടുണ്ടാകും അല്ലെ. അതുകൊണ്ട് നമ്മൾ ഇത് പഠിപ്പിച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ ഈ എക്സാം എഴുതിയപ്പോൾ കോൺഫിഡൻസ് കിട്ടി. എന്ത് കോൺഫിഡൻസാണ് കിട്ടുന്നത്? പിന്നീട് എക്സാം ഹാളിൽ പോയി ഇരുന്ന സമയത്ത് എന്ത് കിട്ടി, നേരത്തെ എഴുതിയ എക്സാമ്പിളുടെ ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ഓക്കെ വേഗം ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഈ 3R അതുപോലെ 3 റൗണ്ട് ഫോർമുല, ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് എഴുതിയ സമയത്ത് വാട്ട് ഹെൽപ്പ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ വാസ്, എന്തായിരുന്നു, വളരെ കൃത്യമായിട്ട് ആ ആൾക്ക് എന്ത് ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് പറ്റി, എക്സാം ചെയ്ത് തീർക്കാൻ പറ്റി. പലരും ഈസി ആയിട്ടുള്ള സമയത്ത് പോലും എന്ത് ചെയ്യുകയാണ്, എക്സാമുകൾ വളരെ കൃത്യമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റാണ്ടിരുന്ന് വന്ന സമയത്ത് ഈ ഒരു കുട്ടി പെർട്ടിക്കുലർലി പറഞ്ഞ കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എക്സാം എൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റി. ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ വാസ് ഏബിൾ ടു ഫിനിഷ് ദ എക്സാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ചിലപ്പോൾ എളുപ്പമുള്ള 3-4 ക്വസ്റ്റ്യൻ 82-ാമത്തെയോ 89-ാമത്തെയോ 91-ാമത്തെയോ ക്വസ്റ്റിൻ്റെ അല്ലെങ്കിൽ 75-ാമത്തെ ആ ഭാഗത്ത് ഒരു 3-4 ക്വസ്റ്റ്യൻ എളുപ്പമുള്ള കിടക്കണ്ടോ. സോ നിങ്ങൾ വായിച്ചെന്ത് ചെയ്യണം, എത്തണം. മനസ്സിലാവുന്നല്ലോ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് നിങ്ങളെ സഹായിക്കാൻ പോകുന്നതും റിവിഷൻ, അതായത് ക്ലാരിറ്റി ഓഫ് സബ്ജക്ട്സ്. ക്ലാരിറ്റി, നിങ്ങൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ഒരുപാടുണ്ടാവും. ഇപ്പോൾ സ്റ്റഡി പ്ലാനിലൂടെ പഠിച്ചു പോകുമ്പോഴും ഒരുപാട് നിങ്ങൾ പഠിക്കും, ലോഡ് ഓഫ് ഡേറ്റ. PSCയുടെ 2 പേപ്പറും കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ഡേറ്റ നിങ്ങൾക്ക് തരുന്നുണ്ട്. എപ്പോഴാണ് നിങ്ങൾ അതിൽ ക്ലാരിറ്റി വരുന്നത്? പരീക്ഷ എഴുതുമ്പോഴാണ്. പരീക്ഷ എഴുതുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. കാരണം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ പഠിച്ചു വെച്ചതിനെ നിങ്ങൾ റീകളക്ട് ചെയ്യുകയാണ്, നിങ്ങൾ അതിനെ പരീക്ഷാ പേപ്പറിലേക്ക് എന്ത് ചെയ്യുകയാണ്, മാർക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇതാണോ അതാണോ കൺഫ്യൂഷൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് എക്സാം തീർത്തിട്ട് നമ്മൾ തരാൻ പോകുന്ന PDF നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ വായിക്കുന്നു. അതിനുശേഷം അതിലെ എക്സ്ട്രാ പോയിന്റുകൾ, സൊല്യൂഷന്റെ ഭാഗത്തുള്ള എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങൾ വായിക്കുന്നു. ഈ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നത്. ക്ലാരിറ്റി ഓഫ് ദ നോളജ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സാധനത്തിനെ നമ്മൾ ഡേറ്റ എന്നാണ് പറയുക. നോളജ് എപ്പോഴാവുന്നത്, ഇൻഫോർമേഷൻ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നോളജ് ആക്കി മാറ്റണം. അതിന് ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുക എക്സാമുകളിലൂടെയാണ്. സോ 10 days എക്സാം എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. അതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും, അതിനുള്ളിൽ ഫാക്ച്വൽ ഭാഗങ്ങൾ ഉണ്ടാകും, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും അത് നമ്മൾ ഉൾപ്പെടുത്തും. ഇത് എഴുതി പോവുക. എഗെയിൻ അത് മാത്രം എക്സാമിൽ വരുന്നതാണ് പറഞ്ഞത്. അങ്ങനെ അവകാശപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ നമ്മുടെ അവകാശവാദം അതല്ല. വരുന്നുണ്ട്, നമ്മുടെ നേരത്തെ ടെസ്റ്റുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിനല്ല നമ്മുടെ ഉദ്ദേശം. എന്താ ടെസ്റ്റിന്റെ എക്സാം എഴുതലൊരു ആർട്ടാണ്, എക്സാം എഴുതലൊരു കലയാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പേടിയില്ലാണ്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി 10 day എക്സാംസ് എല്ലാം എഴുതുക. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഓക്കെ അല്ലേ? മനസ്സിൽ ഉറപ്പിക്കേണ്ട അടുത്ത ഭാഗം. ഇനി മറ്റൊരു ചോദ്യം, വാട്ട് അബൌട്ട് ദ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും വഴി തന്നിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ നിങ്ങളോട് ചോദിക്കുന്നത് കൂട്ടുകാരെ. അത് നിങ്ങൾ മറക്കാതിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞാൽ പാവങ്ങളാണ് ഇത് മുഴുവൻ.
ഈ പാവങ്ങൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അത്രയുള്ളൂ. കാണുമ്പോൾ വലിയ സൈസും വലിയ വാചകങ്ങളും ആയിരിക്കും. എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെയും ഏതെങ്കിലും ഒരു വാക്ക്, ഒരു കീവേഡ്, നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറയാനുള്ള ഒരു വാക്കാണ് എന്താണ്, കീവേഡ് എന്ന് പറയുന്നത്, അല്ലെ? കീവേഡ്. ഈ കീവേഡ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ കഴിഞ്ഞു ആ ക്വസ്റ്റ്യൻ. ഒരു കീവേഡിൽ നിങ്ങൾക്കുള്ള ആൻസർ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമുകൾ എഴുതണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ തരാൻ പോകുന്ന എക്സാമുകളിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ടുണ്ടാകും. ഇനി അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ പ്രിലിമിനറി ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് പ്രിലിമിനറി സെക്കൻഡ് സ്റ്റേജിന് മുമ്പായിട്ട് നമ്മൾ GK ഭാഗങ്ങളെല്ലാം കൂടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിറച്ചുകൊണ്ട് കുറച്ച് ക്വിസുകൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നിരുന്നു. ഞാൻ അതിന്റെ എല്ലാത്തിന്റെയും കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, എല്ലാ സബ്ജക്റ്റും, ഹിസ്റ്ററി, പൊളിറ്റി, കമ്പ്യൂട്ടർ, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി, ജിയോഗ്രഫി മാത്രമല്ല ആഡ് ചെയ്യാണ്ട് ഞങ്ങൾ പിന്നാലെ ആഡ് ചെയ്തോളാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞങ്ങൾ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം. മനസ്സിലാവുന്നുണ്ടോ? അതെന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പോകെ ആദ്യത്തെ ഒരാഴ്ച കൂടെ അത് മുഴുവൻ ഒന്ന് എന്ത് ചെയ്യുക, സമയം വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു തീർക്കാൻ നോക്കുക. സോ ദാറ്റ് GK മൊത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യൂ, ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ എല്ലാ ലിങ്കും ഒന്ന് ഒരുമിച്ച് കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി തരാം. ഓക്കെ, അപ്പോൾ അതുകൂടെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാനുള്ള പേടി ഒന്ന് പൊക്കോളും. ഓക്കെ ആണല്ലോ? സോ ഇതും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ കീവേഡുകൾ കണ്ടുപിടിക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ സോൾവ് ചെയ്യാനുള്ള പ്രധാന മാർഗം എന്താണ്? ഫൈൻഡ് ഔട്ട് ദ കീവേഡ്. ഓക്കെ, ആ കീവേഡ് കണ്ടുപിടിക്കുക. ആ കീവേഡിൽ നിങ്ങൾക്കുള്ള ആൻസർ അവിടെ ഉണ്ടാകും. എങ്ങനെ ഏതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, പോകെ നമ്മൾ എല്ലാ 10-day എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കഷൻ നിങ്ങൾക്ക് വേണ്ടി തരും. ഓക്കെ, അതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അതൊക്കെ പറഞ്ഞുതരാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാം കേട്ടു, ആ എക്സാം എഴുതാൻ, ഞാൻ എക്സാം എഴുതാം സാർ, എന്തായാലും എഴുതാം. പക്ഷേ എങ്ങനെ എക്സാം എഴുതാൻ പോകുന്നത്? PDF നോക്കിയിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്. അത് വേണ്ട. എക്സാമിന്റെ ലിങ്ക് നമ്മൾ നിങ്ങൾക്ക് തരും. ആ ലിങ്കിലേക്ക് കയറി എത്ര സമയം എടുക്കും? നമുക്ക് എക്സാം നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ആപ്പിലൂടെ മാത്രമേ തരാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആപ്പിലൂടെ മാത്രമേ തരാൻ നിവൃത്തിയുള്ളൂ. നിങ്ങൾ ആപ്പിലൂടെ നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങളെ നമ്മൾ കുഴിയിലേക്ക് തള്ളിയിടാനൊന്നും പോകുന്നില്ല. എന്താ ചെയ്യുക, നിങ്ങൾ ആപ്പിലേക്ക് ഒരു 2 മിനിറ്റിന്റെ കാര്യത്തിന് ആ മടിക്ക് വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇത് വേണ്ട വെക്കുന്നത്. എക്സാമിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. അതായത് അപ്പുറത്ത് ക്ലോക്ക് ഓടുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ ഇരുന്ന് എക്സാം എഴുതണം. അപ്പോൾ മാത്രമാണ്, നോക്കൂ, നല്ലതുപോലെ പഠിച്ച പല കുട്ടികളും എക്സാം ഹാളിൽ പോയിട്ട്, അതും പ്രിലിംസ് 2ാമത്തെ സ്റ്റേജിൽ, വളരെ എളുപ്പമായിരുന്ന സ്റ്റേജിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, 50, 55, 60 മാത്രം ക്വസ്റ്റ്യൻസ് എഴുതിയെത്തിയ ചില ആളുകളുണ്ട്. അവരതിനുശേഷം നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട, സാറെ കുറേ കൂടി ടെസ്റ്റ് എടുത്തിട്ട് പോകണമായിരുന്നു, മടി കാരണം ചെയ്തില്ല. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇവരൊക്കെ ഈ PDF വായിച്ചുകൊണ്ടിരിക്കുക. ടെസ്റ്റിന്റെ PDF നമ്മൾ പിന്നെ സൊല്യൂഷൻ ഉൾപ്പെടെ തരുമല്ലോ, അതിരുന്ന് ഇങ്ങനെ വായിക്കും, എനിക്കിത് മനസ്സിലായി. അങ്ങനെയല്ല, അതല്ല നിങ്ങളുടെ സൊല്യൂഷൻ. എക്സാം ആയിട്ട് തന്നെ എടുക്കണം. ഇനി നിങ്ങൾ അത്രയും നിങ്ങൾക്ക് ഒരു ദിവസം ഈ ലിങ്കിൽ കയറി എഴുതാൻ പറ്റിയില്ല, നെറ്റ് കിട്ടിയില്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ PDF തരുമ്പോൾ അതിന് 3 പാർട്ട് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, ഈ PDFന് 3 പാർട്ട് ഉണ്ട്. ആദ്യ ഭാഗം ക്വസ്റ്റ്യൻസ് ആണ്, 2ാമത്തെ ഭാഗം കീ ആണ്, 3ാമത്തെ ഭാഗം സൊല്യൂഷൻസ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം 1ാമത്തെ ഭാഗം മാത്രം എടുത്ത് PDF വെക്കുക, സൈഡിൽ ഒരു ക്ലോക്കും വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ എത്ര സമയമാണെന്ന് ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സമയം കറക്റ്റ് ടൈമർ വെച്ച് അതിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻസ് എഴുതി തീർക്കുക. നിങ്ങൾ പരീക്ഷയായി തന്നെ എഴുതണം. ദയവ് ചെയ്ത് വീണ്ടും പരീക്ഷയായി തന്നെ അത് എഴുതണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് വെറുതെ PDF വായിച്ച് പോയിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല മക്കളെ. ഈ പരീക്ഷ എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടാൻ പോകുന്ന ഒരു 5-6 മാർക്കാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അത് ഓർക്കുക. ബാക്കി എല്ലാവരും പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന ആൾക്കാരെല്ലാവരും ഇതേപോലെ എന്ത് ചെയ്യും, കുറേ അധികം ആളുകൾ ഒരു 50 മാർക്കും 55 മാർക്ക് സ്കോർ ചെയ്യും എല്ലാ പേപ്പറിലും. നിങ്ങളെ അതിൻ്റെ മുകളിലേക്ക് 65-ലേക്കും 70-ലേക്കും 75-ലേക്കൊക്കെ എത്തിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ ശീലമാണ്. എക്സാം എഴുതിയിട്ടുള്ള ശീലവും ഈ തരാൻ പോകുന്ന ക്രോണോളജിക്കലായിട്ട് എന്താ പറയുന്നത്, പഠിക്കാൻ പോകുന്ന ഈ ഭാഗവുമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഭാഗവും വളരെ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുകയാണ്. റൈറ്റ്? ഓക്കെ, ഇനി അവസാന ഭാഗത്തേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോകാം. എന്താണ്, ഈസ് ഇറ്റ് ഓപ്പൺ ടു എവ്രി വൺ? ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ളതാണോ? ആൻസർ ഈസ് എ ബിഗ് ഫാറ്റ് യെസ്. എല്ലാവർക്കും ഈ സ്റ്റഡി പ്ലാൻ ഓപ്പൺ ആണ്. ഈ സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും ഓപ്പൺ ആണ്. വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, എല്ലാവർക്കും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ പ്ലാനുകൾ കാണാൻ പറ്റും. ഡെയിലി സബ്ജക്റ്റുകൾ കിട്ടും, സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. തലേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രോണോളജിക്കലായിട്ട് പഠിച്ച് പോവാം. പിന്നെ നമ്മളുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് ഉള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയാലോ. നമ്മൾ ഈ ബ്രാക്കറ്റ് നമ്മൾ പറഞ്ഞു എവിടെ പോയിട്ട് ഇത് പഠിക്കണം എന്നുള്ളത്. നമ്മൾ ഒരു ക്ലാസ് 16 ക്ലാസ് 7 ക്ലാസ് 9 19 പറഞ്ഞിട്ട് നമ്മളത് ആഡ് ചെയ്യും. നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് ആ കോഴ്സിൽ പോയി വളരെ കൃത്യമായിട്ട് ആ ക്ലാസ് കണ്ട് അവർക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യം അവർക്ക് ഉണ്ട്. അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമുക്ക് അവർക്ക് എടുക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി
നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ്, നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികളുടെ അവർക്ക് ഡൗട്ടുകൾ തീർക്കാൻ പറ്റും. ആ ഓർഡറിൽ തന്നെ പോകാൻ പറ്റും. ഡിസ്കഷൻസ് നടത്താനുള്ള സൗകര്യം അവർക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ ഉണ്ടാകും. അത് എൻറ്റയർലി സെപ്പറേറ്റ്. അത് കോഴ്സ് എടുത്ത കുട്ടികൾ, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്ത് വന്ന കുട്ടികളാണ്. അവർക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അവരെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ കെയർ അവർക്ക് കൊടുക്കും. കാരണം അവർ നമ്മുടെ കൂട്ടത്തിൽ എന്താണ്, ഓൾറെഡി നമ്മൾ ഇന്ററാക്ഷൻ ഉള്ള ആളുകളാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്നോ ഈ ഭാഗങ്ങൾ ടെസ്റ്റുകൾ അവൈലബിൾ ആക്കില്ല എന്നൊന്നും അല്ല. ഇറ്റ് ഈസ് ഓപ്പൺ ടു എവരിവൺ. അത് എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക, പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. ആ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ച് തീർക്കുക, എക്സാം എഴുതുക. സെപ്റ്റംബർ 27 നമ്മൾ പരീക്ഷാ ഹാളിൽ കയറുന്ന സമയത്ത് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ കയറേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഒരു കോംപ്രമൈസും എന്ത് ചെയ്യരുത്? ഉണ്ടാവരുത്. സോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവർക്കും ഓപ്പൺ ആണ്. എന്ത് ചെയ്യേണ്ടതുണ്ട്? രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർക്കുക. ഫസ്റ്റ് 10 ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സർവൈവ് ചെയ്യണം. കാരണം ഒരു എളുപ്പമുള്ള കാര്യത്തിലേക്കല്ല ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അത്രയധികം വിഷയങ്ങൾ ദിവസവും നിങ്ങൾക്ക് തരുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയാം. അവസാന ദിവസം വരെ, 75ാമത്തെ ദിവസം വരെ നിങ്ങളിത് ഫോളോ ചെയ്തൊപ്പം കൂടുകയാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, ആ സിലബസിലെ എക്സാമുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലോജിക്കൽ ഓർഡറിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നമ്മൾ തന്നിരിക്കും. നിങ്ങളത് പഠിച്ചു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ സിലബസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ വിട്ടുപോയി എന്നൊരു പേടി അവസാനം നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം എപ്പോഴുള്ള പേടിയാണ്, അയ്യോ ആ ഭാഗം കൂടി പഠിക്കേണ്ടതായിരുന്നു, ഈ ഒരു ഭാഗം കൂടി ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പഠിച്ചില്ല, പക്ഷെ ക്വസ്റ്റ്യൻ വന്നു. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. എല്ലാ ഭാഗവും ഓരോ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ കവർ ചെയ്ത് തന്നിരിക്കും. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് 10 ഡേയ്സ് നിങ്ങൾ ഇതിനോടൊപ്പം നിന്നാൽ നിങ്ങൾക്ക് അതിനുശേഷമുള്ള ടെസ്റ്റും കൂടി എടുക്കുമ്പോൾ മനസ്സിലാവും എത്ര കോംപ്രഹെൻസീവ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഭാഗവും തീർത്ത് ടെസ്റ്റ് എഴുതി പോകുന്നത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് എന്താണ്? പഠിക്കേണ്ട രീതി മറക്കരുത്. എല്ലാ ടെക്സ്റ്റ് ബുക്കും എല്ലാ ഗൈഡും എല്ലാ ക്ലാസ്സും മുഴുവനായിട്ട് ഓരോ സബ്ജക്റ്റിന് ഇരുന്ന് പഠിക്കലല്ല നമ്മുടെ ഉദ്ദേശം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്ത് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറാവാനാണ് ഉദ്ദേശം. പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും ഇടയിൽ വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുക? ടൈം ഡിവൈഡ് ചെയ്യുക. അത് ഒരിക്കലും എങ്ങനെയാവരുത്? പേപ്പർ 1നെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത്. കാരണം പേപ്പർ 1ൽ നിന്നുള്ള 1 മാർക്കിനും പേപ്പർ 2ൽ നിന്നുള്ള 1 മാർക്കിനും ഒരേ വെയിറ്റേജ് ആണെന്ന് മറക്കാതിരിക്കുക. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേപ്പർ 2 ഉണ്ട്, പേപ്പർ 2 നല്ലപോലെ പഠിച്ച് നല്ലപോലെ സ്കോർ ചെയ്യാം എന്ന് പറഞ്ഞ് 75 ദിവസം അതിന്റെ പുറകിൽ കളയാൻ പാടില്ല. അതും നന്നായി പഠിക്കുക, ടൈം കൂടുതൽ എടുക്കും, അതിനനുസരിച്ച് കൂടുതൽ സമയം അപ്പുറത്തേക്ക് കൊടുക്കുക. ബട്ട് പേപ്പർ 1 ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. കാരണം പരീക്ഷാ ഹാളിൽ എഴുതിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പേപ്പർ 1 അത്യാവശ്യം ഈസി ആയി എന്ന് വിചാരിക്കൂ. നിങ്ങൾ പക്ഷെ അതിന് എന്ത് ചെയ്തില്ല? അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തില്ല. എന്തായിരിക്കും ഉദ്ദേശം? പേപ്പർ 2ൽ നിങ്ങൾ 10-55 മാർക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യും. പക്ഷേ പേപ്പർ 1ൽ ആളുകൾ 10-70 മാർക്ക് സ്കോർ ചെയ്താലോ? ഞാൻ പറയുന്ന ആ പോയിന്റ് മനസ്സിലായില്ലേ? പേപ്പർ 1 ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. നന്നായിട്ട് പേപ്പർ 1 എന്ത് ചെയ്യണം? പഠിക്കണം. റൈറ്റ്? സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ സബ്ജക്റ്റുകൾ തരുന്നതായിരിക്കും പഠിക്കാനുള്ളത്. ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. നാളെ ജൂലൈ 14 തീയതി മുതൽ നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾ ടെലിഗ്രാം അക്കാഡമിക്സ് PSC എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? നമുക്ക് പഠിച്ച് മുന്നേറാം. സെപ്റ്റംബർ 27 പരീക്ഷ കഴിഞ്ഞ് വൈകുന്നേരം നിങ്ങളുടെ അടുത്ത് നിന്ന് മെസ്സേജുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്റ്റഡി പ്ലാൻ ഗംഭീരമായിരുന്നു സാർ, അത് ഫോളോ ചെയ്ത് പോയത് കൊണ്ട്, എക്സാം എഴുതിയത് കൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? 2 പേപ്പറുകളും ചെയ്യാൻ പറ്റി എന്ന മെസ്സേജിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ യാത്ര ആരംഭിക്കാം. താങ്ക് യു എവരിവൺ.